അപകടകാരികളായ വന്യമൃഗങ്ങൾ കാടിറങ്ങിയതോടെ പരിഭ്രാന്തിയിലാണ് പാലോട് മലയോര മേഖലയിലെ ജനങ്ങൾ. ഈ വർഷം മാത്രം 7ഓളം പേരാണ് ആക്രമണത്തിന് ഇരയായത്. തിരുവനന്തപുരം പാലോട് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലെ ജനവാസ മേഖലകളിൽ വന്യജീവി ആക്രമണങ്ങൾ പതിവായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ആരംഭത്തിലാണ് പേപ്പാറ പുടിയക്കാല സ്വദേശിയായിട്ടുള്ള തങ്കപ്പൻ കാണിയെ വീടിന് മുന്നിൽ വെച്ച കാട്ടുപോത്ത് ആക്രമിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ബോണക്കാട് സ്വദേശിയായ ലാലയെ കരടിയും ആക്രമിച്ചു. ഒരു കാലത്ത് കാട്ടുപന്നിയുടെ മാത്രം സാന്നിധ്യം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കാട്ടാനയുടെയും കരടിയുടെയും കാട്ടുപോത്തിൻ്റെയും പെരുമ്പാമ്പിൻ്റെയും ഒക്കെ ശല്യം ജനങ്ങൾ നേരിടേണ്ടി വരുന്നത്. വന്യമൃഗങ്ങളായ കാട്ടുപോത്തും കരടിയും കാട്ടാനയും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ജനങ്ങളെയാകെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ്. വനത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നതും പതിവായിരിക്കുകയാണ്. വന്യമൃഗ ആക്രമണത്തിന് വനവകുപ്പിന്റെ നഷ്ടപരിഹാരമുണ്ടെങ്കിലും ചികിത്സാ ചെലവിന്റെ പകുതി പോലും ആകുന്നില്ല എന്നാണ് പലരും പറയുന്നത്. പുടിയക്കാലിൽ തങ്കപ്പൻ കാണിയെ ആക്രമിച്ചത് കാട്ടുപോത്താണെങ്കിൽ കഴിഞ്ഞ ദിവസം ബോണക്കാട് ലാലായെ ആക്രമിച്ചത് കരടിയാണ്. ഇയാളുടെ ബന്ധുവായ ദമ്പതികളെ കാണിത്തടം ചെക്ക് പോസ്റ്റിന് സമീപം ആക്രമിക്കാൻ ഓടിയെത്തിയത് കാട്ടാനയാണ്. ഈ പ്രദേശത്ത് കാട്ടുപന്നി ശല്യവും രൂക്ഷമായി തുടരുന്നു. കാടിനോട് ചേർന്നുള്ള ജനവാസ മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന മറ്റൊരു പ്രധാന വിഷയം പെരുമ്പാമ്പിന്റെ ശല്യമാണ്. ഓരോ ദിവസവും പ്രദേശത്തിന്റെ പല ഭാഗത്തു നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടാറുമുണ്ട്. ഇവയുടെ ശല്യം സ്ഥിരമായി തടയാൻ വേണ്ട സംവിധാനം ഒരുക്കാൻ ശ്രമിക്കുമെന്നാണ് വനവകുപ്പ് മന്ത്രിയും അറിയിച്ചത്. പെരുമ്പാമ്പിനെ പോലുള്ള കാര്യം നമ്മൾ തന്നെ സംരക്ഷിച്ച് പോറ്റണമോ കാട്ടിലേക്ക് അയക്കണമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാടിലേക്ക് എത്തിയില്ല. പക്ഷേ ഇപ്പം വർദ്ധിച്ചു വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ കാണുമ്പോൾ ഒരു പ്രത്യേകമായ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. വന്യമൃഗശല്യം പതിവായതോടെ ആശങ്കയിലാണ് മലയോര മേഖലയിലെ ജനങ്ങൾ. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.